എറണാകുളത്ത് കോതമംഗലത്തിനടുത്തുള്ള ഒരു അടിപൊളി കയാക്കിംഗ് സ്പോട്ട് ഇഞ്ചത്തൊട്ടിയാണ് ഈ വീഡിയോയിൽ. ഹോം മെക്കാനിക് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സാഞ്ചോ ചെറിയാൻ. എറണാകുളം ജില്ലയിൽ കോതമംഗലത്തു നിന്നും ഏകദേശം 16 കിലോമീറ്റർ കീരമ്പാറ റൂട്ടിലാണ് ഇഞ്ചത്തൊട്ടി. ഇടുക്കി മൂന്നാർ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നേര്യമംഗലത്ത് നിന്നും ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയും ഇവിടേക്ക് വരാം. ഇവിടെ 2 ടൈപ്പ് കയാക്കിംഗ് ഉണ്ട്. ഒരാൾക്ക് 100 രൂപ ചാർജ് ചെയ്തുകൊണ്ട് 3/4 മണിക്കൂർ പെരിയാറിൻ്റെ സൈഡിലുള്ള തടാകത്തിലൂടെ കയാക്കിംഗ് ചെയ്യുന്നതാണ് ഒന്നാമത്. സ്ത്രീകളും കുട്ടികളുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ ഒരു കയാക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. അവധി ദിവസങ്ങളിലായിരിക്കും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഈ ഒരു കയാക്കിംഗ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴയിലേക്ക് പോകുന്നില്ല. പുഴയുടെ സൈഡിലുള്ള ഒരു തടാകം പോലത്തെ ഒരു ആഴം കുറഞ്ഞ സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് റിസ്ക് കുറവാണ്. പുഴയിലേക്ക് പോകാതിരിക്കാനായിട്ട് അവിടെ ഒരു റിബൺ ക്രോസ് കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും 100 രൂപയ്ക്ക് 3/4 മണിക്കൂർ ഇതുപോലെ കയാക്കിംഗ് ചെയ്യാനായിട്ട് കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലത്ത്. സാധാരണ വഞ്ചി തുഴയുന്നത് പോലെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഈ വെള്ളം തുഴയാനായിട്ട് ഇല്ല. 2 പേര് തുഴയുകയാണെങ്കിൽ നമുക്ക് ആ 2 പേരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് നമുക്ക് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് തുഴഞ്ഞ് ആ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടും. കുട്ടികളാണെങ്കിൽ കൂടി നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് റെഡിയായിട്ട് വരുന്നത് ഞങ്ങൾ കണ്ടു. ഇനി അതിലും സൂപ്പറായിട്ടുള്ള വേറൊരു പ്രോഗ്രാം ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ബാച്ചിലേഴ്സാണ് കൂടുതലും അതിനായിട്ട് വരുന്നത്. അത് 2.5-3 മണിക്കൂർ നീളുന്ന ഒരു ട്രിപ്പാണ്. അതിന് നമുക്ക് ക്രോസ് റിബൺ കിട്ടിയതൊന്നും പ്രശ്നമല്ല. നമ്മൾ പുഴയിലൂടെ തന്നെയാണ് കുറേ ദൂരം പോകുന്നത്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ ഏകദേശം രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരണം. നമ്മൾ പോകുന്ന ഗ്രൂപ്പിൻ്റെ ഒപ്പം ഒരാൾ നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് മറ്റൊരു കയാക്കിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഒരു അപ്സ്ട്രീം ഏരിയയാണ് ഈ സ്ഥലം. ആ ഡാമിൻ്റെ ഷട്ടറുകൾ അടച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ മൊത്തം ഒഴുക്കൊന്നുമില്ലാതെ നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പുഴയിലൂടെ കുറേ ദൂരം അങ്ങനെ തുഴഞ്ഞ് പോയതിന് ശേഷം ചില ഭാഗത്ത് വരുമ്പോൾ കാട്ടിനകത്തേക്ക് പുഴയുടെ വെള്ളം കയറിക്കിടക്കുന്ന ചില ഏരിയകളുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മുടെ ഗൈഡിന് അറിയാം. അപ്പോൾ ആ ഒരു കൃത്യം ആ ഒരു വഴിയിലൂടെ അകത്തേക്ക് കൊണ്ടുപോവുകയും കുറേ ദൂരം ചുറ്റിക്കറങ്ങി പല വഴികളിലൂടെ ഈ ആന ഉൾപ്പെടെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ചില സ്പോട്ടുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കറങ്ങി ഒരുപക്ഷെ നമുക്ക് ചില മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഈ യാത്രയിൽ ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കണ്ടില്ല. മലയണ്ണാനും നീർക്കാക്കയും പോലെയുള്ള ചെറിയ ചെറിയ ജീവികളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടു. പണ്ട് കാലത്ത് ഡാം വരുന്നതിന് മുമ്പായിട്ട് ഈ ഭാഗങ്ങളൊക്കെ മനുഷ്യവാസം ഉണ്ടായിരുന്ന ഏരിയ ആയിരുന്നു എന്നാണ് നമ്മുടെ ഗൈഡായിട്ട് വന്ന ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അതിന് കാരണം ചില സമയത്തൊക്കെ ഇവിടുന്ന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടുത്തെ മണ്ണിൽ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഭൂതത്താൻകെട്ട് ഡാം വന്നതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഇതേപോലെ വെള്ളം കയറി ജനവാസം ഒഴിഞ്ഞ മേഖലകളായി തീരുകയായിരുന്നു. മറ്റൊരു കാര്യം, ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ഇഞ്ചത്തൊട്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇവിടുത്തെ കാടുകളിൽ നിന്നും തേച്ച് കുളിക്കുന്നതിനുള്ള ഇഞ്ച ധാരാളം നാട്ടുകാർ ശേഖരിച്ച് വ്യാപാരം നടത്താറുണ്ടായിരുന്നു. അതിനുശേഷം ഫോറസ്റ്റ് റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആയതിനു ശേഷം നാട്ടുകാർ കാട്ടിനുള്ളിൽ കയറാതെയായി. ആദിവാസികൾ മാത്രമാണ് ഇപ്പോൾ ഇഞ്ച ശേഖരിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒരു കാലത്ത് ഇഞ്ച ബിസിനസ് വളരെ ഏറെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. നമ്മുടെ ഗൈഡായിട്ട് വന്ന ചേട്ടൻ
എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കയാക്ക് തുഴയുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങൾ ഒക്കെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ കയാക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്നും കുറച്ച് മാറിയിട്ടാണ്. ഈ വീഡിയോയുടെ എൻഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അദ്ദേഹത്തിൻ്റെ കയാക്കിംഗ് സ്പോട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലം ഇവിടെയാണ് എന്നൊരു കാര്യം കൂടി ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടതാണ്. രാവിലെ ഇഞ്ചത്തൊട്ടി പരിസരവും വൈകിട്ട് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ പരിസരവുമായിട്ട് ഒരു ഫുൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ ഏറ്റവും നല്ല ഒരു ഫാമിലി ട്രിപ്പായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്